ഇന്ന് താരത്തിന്റെ ബർത്ത്ഡേ ആണ്. മമ്മി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എല്ലാവർക്കും അനൗൺസ് ചെയ്യേ. മൈക്കോടെ നിങ്ങളുടെ ഫാമിലിയിൽ ഫുൾ സുന്ദരിമാരാണല്ലോ. എന്ത് ചെയ്യാണ്ടല്ലോ. അടുത്തത് ഐലൻഡ് ഷോപ്പിംഗ് ഉള്ളതായി. ഞാൻ എടുത്തോളാം. ഈ പുള്ളിക്കാരെ ഞാൻ കാണാതിരിക്കുവായിരുന്നു കേട്ടോ കൊറേ കാലമായിട്ട്. ഫോണിൽ കൂടെ എന്നെയും കാട്ടി വിളിക്കുന്നത് ഈ പേരാ. സൂര്യ എങ്ങാനും ഇല്ല എന്ന് വല്ലതും പറഞ്ഞ കണ്ട എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നു. എക്സിബിഷൻ വന്ന് 15,000 rupees എന്റെ പൈസ കളഞ്ഞിട്ട് പോവാണേ അമ്മ. പിന്നെ എന്തൊരു നുണച്ചിയമ്മ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നോണ. Ready? One. Welcome. ഓ ആര് ഇത്? ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞല്ല ആകെ കൂടെ പ്രിയ ഒരുങ്ങുന്ന 2 ദിവസങ്ങളാ. 2 ഫ്ലീ മാർക്കറ്റിന്റെ ദിവസം ജീവിതത്തിൽ. അതെ അതെ, ഒന്ന് ഫ്ലീ മാർക്കറ്റിന്, 2 ഫ്ലീ മാർക്കറ്റ്. 2 ഫ്ലീ മാർക്കറ്റ് തന്നെയാ. അതെ, വേറെ അങ്ങനെ ബർത്ത്ഡേക്കും പ്രിയ ഒരുങ്ങത്തില്ല, വേദിന്റെ ബർത്ത്ഡേക്ക് ഒരുങ്ങില്ല, എന്റെ ബർത്ത്ഡേക്ക് ഒരുങ്ങില്ല, ഓണത്തിന് ഒരുങ്ങും. ഓണത്തിന് ചെലപ്പോ മൂഡ് തോന്നിയാ ഫ്ലീ മാർക്കറ്റിന് ഫുൾ സെറ്റ് ആയിരിക്കും കേട്ടോ പ്രിയ. ഇത് നമ്മുടെ പ്രാണയുടെ ക്രിസ്മസ് കളക്ഷൻ ആണ്. അതെ, അപ്പൊ നല്ല സുന്ദരിയായിട്ടുണ്ട്. നമ്മുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. നമുക്ക് ഫുൾ നമ്മുടെ എക്സിബിഷന് 2 ദിവസത്തെ വ്ളോഗ് ആയിരിക്കും നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ക്രിസ്മസ് ട്രീ ഒക്കെ നെഞ്ചില് വെച്ച്. ഇത് എന്റെ ഡിസൈൻ അല്ല കേട്ടാ, ഇത് പ്രാണയുടെ ഷർട്ടാണ്. നമ്മൾ എക്സിബിഷൻ ആവുമ്പോ കറക്റ്റ് ഓണവും ക്രിസ്മസ് ആയതുകൊണ്ട് പ്രാണയുടെ ഡ്രസ്സ് റെഡി ആയിരിക്കും. നമുക്ക് നല്ല കിടിലൻ ലുക്കില് എക്സിബിഷനും വരാം. അപ്പൊ അകത്തുനിന്ന് കുറെ നമുക്ക് കാണാത്ത ബ്രാൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ എനിക്കൊന്നും മറ്റേ ഊട്ടി എന്നുള്ള ഒരു ട്രൈബൽ ബ്രാൻഡ് ഉണ്ട്, താമസ വീട്ടിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ നിന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ബിഗിനിങ്, വെരി എക്സൈറ്റഡ് ഫോർ ഫുഡൊക്കെ ഉണ്ട്. കിട്ടുന്നില്ലല്ലോ, വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ലാസ്റ്റ് എല്ലാരും ചോദിക്കും ഫ്ലീ മാർക്കറ്റ് വ്ളോഗ് എവിടെയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ, നോക്ക്, ഒരാൾ ഇങ്ങോട്ട് ഓടുന്നു, ഒരാൾ അങ്ങോട്ട് ഓടുന്നു. റൗണ്ട് എടുത്തിട്ടൊന്നല്ല. ആദ്യമേ ഊട്ടിയുടെ ബ്രാൻഡ് ദീപിനെ ഒന്ന് പോയി കാണാം. അവർ അവിടെ നിന്ന് വന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷർഫ ഫുഡ് ഉണ്ട്, എല്ലാരും സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. ഒന്ന് കേറി കണ്ടിട്ട് വരാം. ഇത് ആക്ച്വലി ഇവിടെ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടാ. ഇത് ഇവിടെ മെലിയോറ എന്ന് പറഞ്ഞ ബ്രാൻഡ്. നമുക്ക് എവിടെയാ NH അല്ലേ വരുന്നത്? പനമ്പള്ളി നഗറിലെ ഷോപ്പ് വരുന്നത്, ഈസ്റ്റ് കഫേയുടെ അടുത്ത്. ഓക്കെ, സോ ഏതൊക്കെ ബ്രാൻഡ്സാ ഉള്ളത്? ഓഫ് വൈറ്റ് ഒക്കെ ഉണ്ട്. അയ്യോ, ഓഫ് വൈറ്റ് ഇവിടെ കിട്ടാനേ പാട്. ഇവിടെ വെച്ചിട്ടുണ്ട് ഓഫ് വൈറ്റ്. ഇതും എൻ്റെ കയ്യിലുണ്ട്. ഓഫ് വൈറ്റിന്റെ ഒക്കെ നിങ്ങൾക്ക് ജെനുവിൻ കണ്ണാടി വേണമെങ്കിൽ യു ക്യാൻ ബൈ ഫ്രം ഹിയർ. അതുണ്ട്. അതുപോലെ തന്നെ വേഴ്സാച്ചയുടെ മറ്റേ ഗോൾഡൻ ഫ്രെയിമിന്റെ കണ്ണാടി ഇതുണ്ട്. D2 ഉണ്ട്. സോ എനിക്കൊന്ന് ഇവിടെ കിട്ടാത്ത ബ്രാൻഡ്സിന്റെ കുറേ ഗ്ലാസസ് ഉണ്ട്. പ്ലെയിൻ ഫ്രെയിമിന്റെ കോച്ച് ഉണ്ട്. ഓ നൈസ്. മ്യൂമിയുടെ അത് കൊള്ളാലോ. നല്ല കിടിലൻ ഗ്ലാസ് ആണ് ഓഫ് വൈറ്റിന്റെ. ഓ വെരി നൈസ്. സോ ഇത് അതെ, ഇത് വാങ്ങാൻ പറ്റാത്തവര് നേരെ ഇവരുടെ ഷോപ്പിലേക്ക് പനമ്പള്ളി നഗറിലാണ് ഈസ്റ്റ് ഇന്ത്യ കഫേയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഓൾ ദീസ് ബ്രാൻഡഡ് ഗ്ലാസസ് കേട്ടോ. മേരിയാനോട് പറ. ഭാര്യ ഉണ്ടല്ലോ. ഓ, എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഈ മാസമാണ്, അടുത്ത ആഴ്ചയാണ്. ഈ മാസം നമ്മൾ എല്ലാവരും ഞാൻ പറഞ്ഞു കാർത്തിയാനി പോയി ലഞ്ച് കഴിക്കും. അതാണ് നമ്മുടെ ട്രീറ്റ്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെനിക്കറിയില്ല, ഞാൻ ഹാപ്പി ആയിരിക്കും. സോ ഫുഡൊക്കെ സെറ്റ് ചെയ്യാണ്. ഇവിടെ തിരക്കായതുകൊണ്ട് നമ്മളിപ്പം കയറുന്നില്ല. ആൻഡ് നമുക്ക് ഇത് കാണിക്കാം. ഇത് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഫസ്റ്റ് ടൈം ഒത്തന്റിക് ട്രൈബൽസ് ഉണ്ടാക്കുന്ന തോടാന്നാണ് പേര്. ഊട്ടിയിലെ ഒരു ട്രൈബ്സ് ആണ് ഇവര്. നമ്മുടെ എക്സിബിഷനിൽ അവിടെ നിന്ന് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ഓൾ ദീസ് ആർ ഹാൻഡ് മെയ്ഡ് ബൈ ദ ട്രൈബൽസ്. വളരെ ഒരു കമ്മ്യൂണിറ്റിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷോപ്പാണ്. ആൻഡ് വെരി ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്, വെരി ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്.
സോ വെരി ഹാപ്പി ദാറ്റ് സച്ച് പ്രോഡക്ട്സ് ഓൾസോ പാർട്ട് ഓഫ് OHF. ഒന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇങ്ങനത്തെ അല്ലായിരിക്കും. ഹലോ, we'll come later. Yeah. തിരക്കാ. ചേച്ചി റെനി ചേച്ചിയൊക്കെ വരുന്നത് നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. വയ്യ, തീരെ വയ്യ. ആൻഡ് ദെൻ ഷീസ് കമ്മിങ്. ആദ്യം ഉബ്രം മോളിൽ തൊട്ട് ഉള്ളതാ. അതെന്താന്നറിയാം, നമ്മുടെ അല്ല, ഈ ഇവിടെ വരുന്നവര് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അല്ലാതെ ഇവിടെ വരാത്തവരും ആ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്ത് വീട് ചെയ്തു തരുമോ, അത് ചെയ്തു തരുമോ, വീടിന്റെ ഒരു വാള് ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ. സോ വെരി ഹാപ്പി. ഇവരൊക്കെ ആദ്യം തൊട്ട് നമ്മുടെ ഇവിടെ ഉള്ളവര് ഓൾമോസ്റ്റ് 5 years ആയില്ലേ. റിപ്പീറ്റ് ആയിട്ട് വരുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. വെജ് ഉണ്ട്, നോൺ വെജ് പിക്കിൾ ഉണ്ട്. ആദ്യമായിട്ടാണ് പിക്കിളിന് ഒരു ഇത്രയും ക്ലാസി ആയിട്ടുള്ള ഒരു പാക്കേജിങ് കാണുന്നത്. പിക്കിൾ ബോട്ടിൽ എന്ന് പറയും. ഞാൻ വിചാരിച്ചു ഇതെന്താ പീനട്ട് ആൻഡ് ഡ്രൈ പ്രോൺസ്. വാവ്. ഓ ഓക്കെ. ബഫലോ മീറ്റ് ആൻഡ് കോക്കനട്ട്. ഇത് ശരിക്കും മറ്റേ US-ലൊക്കെ കിട്ടുന്ന മറ്റേ മാമലേഡ്സിന്റെ ഒക്കെ പോലത്തെ പാക്കിംഗ് പോലെ ഉണ്ട്. ഓ നൈസ്. ഓ റോ പ്രോൺസും കഴിക്കും. കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയും. എന്ത് പിക്കിളാ കഴിച്ചേ? പ്രിയക്ക് ഇത് ഭയങ്കര ഇഷ്ടവും. എന്താ? ലവ് ഇറ്റ്. കാരണം പപ്പടം ഇല്ലേ, അതുപോലെ ക്രഞ്ചിനെസിന്റെ പീനട്സ് വരുന്നുണ്ട്. ആൻഡ് ഡ്രൈ പ്രോൺസിന്റെ ഫ്ലേവർ ആണ് പീനട്സിനും ഉള്ളത്. ഇത് ആക്ച്വലി എന്തല്ലോ എനിക്കൊന്ന് സാധാരണ പിക്കിള് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ചോറിന്റെയും അല്ലെങ്കിൽ കറികളുടെ കൂടെ അല്ല. ഇത് ഐ തിങ്ക് യു ക്യാൻ ഹാവ് ഇറ്റ് ആസ് എ സ്നാക്ക് ഇഫ് യു ലൈക്ക് സ്പൈസി സ്നാക്സ്. ഉണ്ടല്ലോ പ്രിയയുടെ ലിപ്സ്റ്റിക്കിന് മുകളിൽ തുപ്പലാകുമ്പോ. ചോറൊന്നും വേണ്ട, എനിക്ക് ഇപ്പോഴും അതിന്റെ ടേസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുക പീനട്ട് ആൻഡ് ഡ്രൈ പ്രോൺസിന്റെ. ഒരു ബീഫ് റോസ്റ്റ് തന്നെ. ഓ അതെല്ലാത്തിനും, ദോശ, ചപ്പാത്തി, ചോറ് എല്ലാത്തിനും കൂടെ കഴിക്കാം. അടിപൊളി. മിക്കവാറും പിക്കിള് കഴിച്ചാൽ ലഞ്ച് ശരിയാവും കേട്ടാ. ഇത് സോയാണ്, പക്ഷെ ബീഫ് പോലെ തന്നെ ഇരിക്കാനാണ് സാധ്യത. ഏത് 2 ദിവസം ഉള്ളു. ജെഫ്രൻ എല്ലാം മിസ് ചെയ്യട്ടെ. പ്രോൺസ് കഴിക്കില്ലെന്നോ? അതേ കഴിക്കൂ. അന്തുന ഇവിടെയും പരിചയമുണ്ട്. പരിചയം ഇല്ലാത്തവരാരുമില്ല. മഹാത്മാഗാന്ധിയാ സ്വഭാവം കൊണ്ട് മഹാത്മയൊന്നല്ല. മഹാത്മാഗാന്ധിനെ എല്ലാവർക്കും അറിയാലോ. അതുപോലെ സൂപ്പർ അല്ലേ? ഇഞ്ചമ്പുളി പിക്കിള് ഇവിടെ കഴിച്ചോണ്ടിരിക്കാന്ന് പറ. എന്താ ഗ്രേപ്സ് ആണോ? ഇഞ്ചും ചില്ലിയോ? ചില്ലിയാന്ന്. ആന്റി കുവൈറ്റ് ചെയ്ത് വന്ന് പിക്കിള് കഴിക്കാൻ പോലെ ആയിപ്പോയി. ഇത് എനിക്ക് മതിയാ ഫുള്ളായി. ഞാനിതെല്ലാം കഴിച്ചാ പ്രിയ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. ഞാൻ എല്ലാം കഴിച്ചു നോക്കിയാണ്, ഒരു രക്ഷയില്ലായിരുന്നു. ഇത് നമ്മുടെ എക്സ്പ്ലോറിംഗ് ഹൗസ് വൈഫ്സ് ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ യു ഹാവ് ദീസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ഒരു വാളും നല്ല ഡെക്കറേഷനും ആണ്. പ്രിയയാണ് ഇവിടെ ഇരുന്ന് ഫുൾ ടേസ്റ്റിംഗും നടക്കുന്നത്. ഏതാ എരിവ് കഴിഞ്ഞിട്ട് നേരെ മധുരത്തിലേക്ക് കിടക്കാം. ഞാൻ കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു. ഇത് കഴിച്ചില്ല. ഇത് എന്താ ഐറ്റം? ഇത് എൻ്റെ ഒരു എക്സ്പെരിമെന്റൽ ഹെവൻലി ഐറ്റം ആണ്. ഹെവൻലി ഐറ്റം. അത് കൊള്ളാം. മധുരം കുറവാ. മധുരം കുറവാ, എനിക്ക് ഇഷ്ടാ. ഓക്കേ. ഇതില് മധുരത്തിന്റെ ആളാണ്. അത് ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആയി പോയി കേട്ടാ. മതി, കൊറേ നേരം ആയല്ലോ. ഇപ്പൊ അമ്മയാണ് പള്ളിയിൽ പോകുന്ന ആള്. വലിയ കുട്ടി എന്ത് ചെയ്യുന്നു? പ്രിയ
താരം ആ പറ, ചുമപ്പും വെള്ളമൊക്കെ ഇട്ടോണ്ട് വന്നിരിക്കുന്നത്. ഇന്ന് താരത്തിന്റെ ബർത്ത്ഡേ ആണ്. മമ്മി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എല്ലാവർക്കും അനൗൺസ് ചെയ്യേ. മൈക്കോടെ എല്ലാരും വന്ന് ഭയങ്കര സെലിബ്രേഷനും വിഷിംഗ് ഒക്കെ ആവട്ടെ. ഇല്ല, ചുമ്മാ പറയാം. ദിയ എല്ലാരോടും പറയണം കേട്ടാ. ബാക്കി എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആണ്. ആൻഡ് ഇന്ന് ഇവിടെ OHF ഫ്ലീ മാർക്കറ്റിൽ വെച്ചാണ് നമ്മള്. സെലിബ്രേഷൻ ഒന്നുമില്ല. മമ്മിക്ക് സെലിബ്രേഷൻ ഇഷ്ടമല്ല. അല്ല, രാത്രി മമ്മിയുടെ അക ഡിന്നർ, അത്രേ ഉള്ളൂ. ഡാഡി സൂപ്പർ ഷോട്ട്, സൂപ്പർ മാച്ച്. ഡാഡിക്ക് ഇഷ്ടമുള്ള കട്ടനും ഉണ്ട്. മറ്റേ അനു ഇരുന്ന ഇത് അനുവിന്റെ ഡിസൈൻ അല്ലേ ഇത്? ആ അടിപൊളിയായിട്ടുണ്ട് ഡാഡി. ഓ ബാക്കിൽ പ്രാണയുടെ ബാൻഡ്. ഇനി എന്ത് വേണം? ഇതുകൊണ്ട് ഇപ്പൊ ഈ ഷർട്ടിനൊരു അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അടിപൊളി. ഇത് ഡാഡിക്ക് അറിഞ്ഞുകൊണ്ട് തന്ന ഡിസൈൻ ആട്ടോ ഇത്. കഴിച്ചോ ഡാഡി? നാട്ടിലെവിടെയാ ഡാഡി? ഓരോരുത്തർ അന്വേഷിക്കുന്ന നാട്ടിലെവിടെയാണ്. പക്ഷേ ഇതിനകത്ത് ബ്രാൻഡ്സ് ഒക്കെ കാണിക്കാൻ കേട്ടാ. കാരണം എപ്പോഴും അവരുടെ രീതിയിൽ ബിസി ആവുമ്പോൾ ഇപ്പൊ കാണിക്കുന്നത് കറക്റ്റ് അല്ലല്ലോ. നമ്മള് പോയാൽ നമ്മളെ ഓടിച്ചു വിടും. നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വാ. ഒന്ന് ഫുഡ് കഴിച്ചു വന്നാണ്. അപ്പോഴേക്ക് ഫുൾ ട്രാഫിക് ബ്ലോക്ക് കേട്ടോ. OHF ഫ്ലീ മാർക്കറ്റ് കാരണം ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആണ്. അതെ, പ്രിയ പേ ഓഫ് ചെയ്തായിരിക്കും. ട്രാഫിക് പോലീസ് എല്ലാം വന്ന് പ്രശ്നം ഉണ്ടാക്കിയ പ്രിയ പേ ഓഫ് ചെയ്തായിരിക്കും. ഇവരൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നവരാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വി എക്സ്പെക്ടിങ് ഗുഡ് ടേൺ ഔട്ട് പോയ. രാവിലെ തന്നെ നല്ല സെയിൽസ് ആയിരുന്നു. ഇനി ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ്സ് എടുത്ത് വന്ന് സംസാരിക്കണം. കേറുമ്പോ എന്താ സംഭവിക്കുന്നത്? ഉച്ചയാണെങ്കിലും സന്തോഷം. പ്രിയ നല്ല 24 ക്യാരറ്റ് ചിരിയിലിരിക്കുമായിരിക്കും അവിടെ. ഇവിടെ തന്നെ പ്രിയയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പ്രിയനെ പോലും ഇപ്പൊ കിട്ടില്ല. ഹാപ്പിയാ. ഉച്ചയ്ക്ക് തന്നെ ഇത്രയും നല്ല റഷായിരുന്നു. നല്ല ഒരു നല്ല റെസ്പോൺസ് ആണ്. പിന്നെ ഇവിടെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്രൗഡ് കാണും. നമ്മുടെ ബാഗ്സിനൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. എപ്പോഴും കഴിഞ്ഞ തവണയും ശ്വേത ഭക്തം വന്നായിരുന്നു കേട്ടോ. ഇത്തവണ സുജിത്തും ഫാമിലിയുടെ ഒക്കെ വന്നിരുന്നു. താങ്ക് യു, സോ വെരി ഹാപ്പി. എപ്പോഴും കഴിഞ്ഞ തവണയും വന്നില്ല റാഡിസണില്. അതെ, ഇത്തവണ പർച്ചേസ് ചെയ്യല്ലോ നോക്കാം. ആർക്കും വയ്യ, പനിയാ. ചൈനയിലേക്ക് പോവാന്ന് ഗൈസ്. സോ ഞങ്ങൾ ആക്ച്വലി അവന്യൂ സെന്റർ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചത് നമുക്ക് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവരും കുറച്ച് ഇതുപോലെ വീൽ ചെയറിലുള്ളവരും ഒക്കെ വരാറുണ്ട്. സോ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസ് ആണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ ആണെന്ന്. ബട്ട് ദെൻ സോന കേമിയ ആൻഡ് സോന ഇവിടെ വന്ന് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇമോഷണലി ഹാപ്പിയായി. കാരണം എൻ്റെ ഫാദറിന് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴേക്ക് ഈ വാസ് ഇൻ എ വീൽ ചെയർ. എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ദിസ് പ്ലേസ്, ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് പേഴ്സണലി. ആൻഡ് സോനയുടെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നോ? ഓ വാവ്, ഐ എൻജോയ്ഡ് തെറലി. ഞാൻ ഇന്നലെ അവന്യൂ സെന്ററിൽ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. പക്ഷേ ഈ ഹാളിൽ ആക്സസിബിൾ ആണോ നോക്കിയപ്പോൾ അതേ പറഞ്ഞു. The staff were also very good and I enjoyed thoroughly. Yeah. So Sona, thank you for coming. Thank you. Now, whenever we conduct a, please do come. Yeah. Make sure that it will be accessible for. Yeah, sure, it will be. We'll definitely do it. അതല്ലാതെ സോന വേറൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്. നെക്സ്റ്റ് ഇയർ ഐ എം ഇൻട്രൊഡ്യൂസിങ് ഒരു കുട്ടീനെ SMA സ്പൈനൽ മസ്കുലർ അട്രോഫി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യലി പുവർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കൂടി ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് എക്സിബിഷൻ വെന്യൂ കൊടുക്കാമെന്ന്, സ്പേസ് കൊടുക്കാമെന്ന് ദില്ലു ഹാസ് എഗ്രീഡ് വിത്ത് മീ. നെക്സ്റ്റ് ഇയർ 26 ഡിസംബറിൽ. ആൻഡ് ആസ് പാർട്ട് ഓഫ് നമ്മളുടെ ഇൻക്ലൂസീവ് കൊച്ചിൻ ഒരു പ്രോജക്റ്റ് കുറെ 2007 തുടങ്ങി ഞാൻ ചെയ്യുന്നത് ആക്സസിബിലിറ്റി ബാരിയർ ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ എന്തായെന്നുള്ള ആക്സസ് ചെക്ക് ആയിരുന്നു ഇത്. സോ ഇറ്റ് വാസ് വെരി ഫ്രണ്ട്ലി. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഗോഡ്. നിങ്ങളുടെ ഫാമിലിയിൽ ഫുൾ സുന്ദരിമാരാണല്ലോ. എന്ത് ചെയ്യാൻ എല്ലാരും നമ്മുടെ ഫാമിലിയില് സുന്ദരിമാര് മാത്രമേ ഉള്ളൂ. എന്താ പരിചയപ്പെടട്ടെ, ഇത് വർഷ ഇപ്പൊ സിനിമ സ്റ്റാർ ആണ്. അപ്കമിങ് ആക്ട്രസ് ആണ്. കന്നഡ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, മലയാളം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. She sings well, she plays guitar. തമിഴ് ചെയ്തോണ്ടിരിക്കുകയാണ്. Awesome. Now she's here also. അപ്പൊ നമുക്ക് പൂർണിമ എല്ലാരുമായിട്ട് ഒരു ദിവസം കൂടണം എന്ന് കുറെ ആയി കൂടിയിട്ട്. താങ്ക് യു. ഞാൻ എടുത്തോണ്ട് നടന്ന അറിയാം. പറയണ്ടായിരുന്നു അത്.
എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് നടന്നു വരാം. എടുക്കാൻ പറ്റുമോ? ഇവര് തായ്ലൻഡ് പോയപ്പോ ഞാൻ കുറെ സജഷൻസ് ഒക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ തായ്ലൻഡ് പോയിട്ട് വന്നു. അപ്പൊ ഇനിയിപ്പോ പോകുന്നില്ലല്ലോ, ബാലൻസ് കുറച്ച് ബാത്തുണ്ട്, അത് എടുക്കാൻ നമ്മൾ എടുക്കുമല്ലോ എന്തായാലും, നമ്മൾ പിന്നെ പോകുന്നവരല്ലേ. അപ്പൊ ബാത്തായിട്ട് അപ്പൊ കൊടുങ്ങല്ലൂരാ വീട്. നമ്മൾ പറയും പക്ഷെ ഇനി നമ്മൾ എങ്ങനെ എടുക്കും, കൊടുങ്ങല്ലൂരല്ലേ. ഞാൻ കൈ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഫ്രീ അല്ല കേട്ടാ, തായ് ബാത്ത് കയ്യിലുണ്ട്. കണ്ട കറൻസി എക്സ്ചേഞ്ച് അതെ, ഇവിടെ എക്സ്ചേഞ്ച് സെന്റർ കൂടെ നമുക്കായിട്ട് തുടങ്ങാം. ട്രാവൽ ചെയ്തവര് തിരിച്ചു വന്നിട്ട് അത് നമുക്ക് ബാലൻസ് തരും. അതെ, നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നത്. ഉണ്ടല്ലോ അടുത്ത തായ്ലൻഡ് ഷോപ്പിംഗ് ഉള്ളതായി. ഞാൻ എടുത്തോളാം, ഞാൻ എടുത്താം. ഓക്കെ, അപ്പൊ ഇന്ന് പ്രിയ അടുത്ത തായ്ലൻഡിലേക്കുള്ള ഇതായിട്ടുണ്ട് പോക്കറ്റ് മണി. അത് നല്ലൊരു എന്തായാലും നമുക്ക് ഫോറിൻ കറൻസി ആര് ഏതായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ. ക്യൂ ആയിരിക്കും. അതെ, കറൻസി മാറ്റാനായിട്ട്. കറൻസി എക്സ്ചേഞ്ച് ആവും. അതെ അതെ, എന്തായാലും ട്രാവലിംഗ് കഴിഞ്ഞ് വരുന്നതിൽ ബാലൻസ് ക്യാഷ് കാണും, അതെല്ലാം നമ്മൾ എടുത്തു. അതെ, ട്രാവൽ ഏജൻസി നമ്മൾ തുടങ്ങുകയും ചെയ്തു. അതെ. എന്താ കോമന്റ്? റെഡ് കളർ മൊബൈൽ കേസ്. ഓക്കെ, അത് ഓക്കെ അല്ല. റെഡ് മെറൂൺ ഒന്നും പറ്റില്ല. പ്രോപ്പർ റെഡ് കളർ. നോ, ദാറ്റ് ഈസ് ഓറഞ്ച്. ചെരുപ്പ് ഇട്ടിട്ട് ആദ്യം ആരെങ്കിലും ഓടി വന്നാൽ റെഡ് കളർ ആയിരിക്കണം. അതുമില്ലേ ആർക്കും? അതുമില്ല. ചെരുപ്പ് ആരും ഇട്ടിട്ടില്ല. എവിടെ? അത് റെഡാ റെഡാ റെഡാ. വെരി ക്രിസ്മസ്. റെഡ് ഇട്ടതും നന്നായി. ഇനി 1 hour കഴിഞ്ഞു, അടുത്ത കോമ്പറ്റീഷൻ 1 hour കഴിഞ്ഞു. അതെ, അടുത്ത കോമ്പറ്റീഷൻ 1 hour കഴിഞ്ഞു. പക്ഷെ ഇന്ന് അശ്വതി ബാങ്കോക്ക് ഫാഷൻ അല്ലാട്ട് ഇട്ടോണ്ട് വന്നേ. അല്ലെങ്കിൽ എപ്പോഴും ബാങ്കോക്ക് ഫാഷൻ ആണ് ഇടുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് എക്സിബിഷൻ തൊട്ട് വരുന്നതാണ് അശ്വതി. എനിക്കൊന്ന് നമ്മുടെ എക്സിബിഷൻ വ്ളോഗ്സ് കാണുന്ന എല്ലാവർക്കും അറിയാം, കണ്ടിന്യൂസ്ലി വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവരൊക്കെയാണ് നമ്മുടെ ഈ വിജയത്തിന്റെ പിന്നിലുള്ള ഫോഴ്സ് എന്ന് വരെ പറയാം. എക്സിബിഷനെ കാട്ടി കൂടുതൽ വെളിയിലാണല്ലോ. ഡാഡി എക്സിബിഷനിൽ കാണാറില്ല കേട്ടോ, ഫുൾ ടൈം വെളിയില്ല. അവിടെ ഫോട്ടോഷൂട്ടും. ഇതാണ് പ്രശ്നം ഇവിടെ. പ്രിയ, അടുത്ത കോമ്പറ്റീഷന് ടൈം ആയ കറക്റ്റ് ടൈമാ. 1 മണിക്കൂറായി. അടി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കുന്നുണ്ട് കേട്ടാ. തൊട്ടപ്പുറത്ത് ഊട്ടുപുര ഉണ്ട്. ഓ, എന്നോട് പറഞ്ഞിട്ടില്ല, അവനോട് ആരോടോ പറഞ്ഞു. പാനിപ്പൂരി. ഓ, മറ്റേ യാദവ് ചാട്ടി പോവായിരിക്കും പ്രിയ. പാനിപ്പൂരി കഴിക്കാൻ. എനിക്കൊന്നും എനിക്ക് മമ്മി വിടാറില്ല അന്ന് ഡാഡിനെ വെളിയിലേക്ക്. ഇവിടെ വരുമ്പോഴാ ഫ്രീഡം. മറ്റേ കൂട്ടിന്ന് തുറന്നു വിടുന്ന പക്ഷിയാന്ന്. ഫുൾ ടൈം വെളിയില്ല. ഡാഡി ആ ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. അതെ, വീട്ടിൽ ആരെ പിടിച്ചിരുത്തുന്നത്. അതെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ. ഇതൊക്കെ എന്റെ ഡിസൈൻ അറിയാലോ. ഏത്? ഇത് ഞാൻ സമ്മതിച്ചേ പറ്റൂ. ആ പൊക്കത്തിരിക്കണ എന്റെ കഷ്ടപ്പാടാ. ട്രീ അത് പ്രിയക്കായിരുന്നു നിർബന്ധം. ആ, ഇതിലൊന്നും അറിയാത്തത് പ്രിയ. ആ, അത് തന്നെ. ഇതാണ് തിരക്കിന്റെ ടൈം. ഹോപ്പ്ഫുള്ളി തിരക്കായി കാണും. ഒരു സമയം എത്ര? 6:20. ഇത് തിരക്കുണ്ടെങ്കിൽ എല്ലാരും പൊളിക്കും അല്ലേ. നമ്മുടെ ക്രിസ്മസ് ഓൾറെഡി തുടങ്ങി. ഇത് കഴിഞ്ഞാൽ നേരെ 2 ദിവസം പ്രിയയുടെ വക ഗ്രാൻഡ് ഹയാത്ത്. എനിക്കും പ്രിൻസിനും. പ്രിയ വീട്ടില്, ഞാനും പ്രിൻസും ഹയാത്തില്. ഞങ്ങൾക്കാണ് കുറച്ച് സ്പായും റിലാക്സേഷൻ ഒക്കെ വേണ്ടേ. ആ, എന്താണിത്? അതെ, എക്സിക്യൂഷൻ നമ്മളത് പറഞ്ഞു ഓൾറെഡി. ഇന്നൊന്നും പറയാനും പറ്റില്ല. അതെ, മുതലാളി കാറൊക്കെ എടുത്ത് കേട്ടോ ഇന്ന്. എന്നിട്ട് ഒന്നും പറയാതെ കാർ അവിടെ വീട്ടില് അവരെത്തിച്ചു. ഞാൻ ഡെലിവറിക്കൊന്നും പോയില്ല എന്ന്. ആ ലെവലായി. നമ്മളാണെങ്കിലോ ഫുൾ മറ്റേ എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ. ഓ, അത് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടോളും. കാറ് കൊണ്ടുവന്ന് കാണിക്കണം ഞങ്ങളെ. നാളെ കൊണ്ടുവരാം. എന്തായാലും സമയമില്ലല്ലോ, ഇപ്പൊ എത്രയല്ല. നാളെ രാവിലെ കൊണ്ടുവരാം. അത്രയും നാക്കണ്ട, അത്രയും നാക്കണ്ട. ഇത് മറ്റേ കൈലാഷ് കാർ ലിറ്റ്മസ് അല്ല. അല്ല, അത്രയും പോയിട്ടില്ല. കുറച്ച് താഴത്തേക്ക് എന്തേ
അടിപൊളി, കറക്റ്റ് ടൈമിനാ വന്നത് കേട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ പോയപ്പോഴാണ് തിരക്ക് വന്നത്. നമുക്ക് പോയല്ല, ബാക്കിയൊക്കെ ഇവര് നോക്കിക്കോളും. Once again, thank you everyone who came and supported us. It is such a pleasure to conduct such exhibitions. എല്ലാ സ്റ്റോൾസിലും നിങ്ങൾ തന്നെ കണ്ടോ, എല്ലാ സ്റ്റോൾസിലും ആൾക്കാരുണ്ട്. എവ്രിവൺ ഇസ് ഓക്യുപ്പൈഡ്, എവ്രിവൺ ഇസ് ബിസി, ജസ്റ്റ് ഫീലിംഗ് ഹാപ്പി. അതെ, ഫ്രം ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രത്ത് അമ്മയും മോളും ഗേൾസ് നൈറ്റ് ഔട്ട് ആയിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്ന്, ചേട്ടൻ ഇല്ലാതെ വന്ന് ഇവിടെ തന്നെ റൂം എടുത്ത് ഫുൾ ഡേ ഫ്ലീ മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത് എക്സിബിഷന് വേണ്ടി മാത്രം വന്നതാ. എന്തായാലും വന്നോണ്ട് ഒരു ദിവസം താമസിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ്. ട്രിവാൻഡ്രത്ത് വരുമ്പോ നമുക്ക് കൂട്ടണം. അതെ, മോളുടെ പേര് ദേവാംഗനാണ്. അപ്പൊ ഞാൻ പണ്ട് ഞാൻ വിചാരിച്ചു എനിക്കൊരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ദേവാംഗനാന്ന് പേരിടും. എന്ത് ചെയ്യാനോ, അങ്ങനെയാണ് വർത്താനം വന്നത്. പേരാരയിട്ടപ്പോ ഗ്രാൻഡ് മദർ ആയിട്ടാ. നല്ല ടേസ്റ്റ് ഉള്ള ഗ്രാൻഡ് മദർ ആയിരുന്നു. അപ്പൊ താങ്ക് യു വന്നല്ലേ, താങ്ക് യു. ഇമ്പോർട്ടന്റ് സെയിലാ, നിങ്ങൾ പോലെ ചുറ്റിന്ന് അല്ല അല്ല ഒന്നുമല്ല, മറ്റു മോളുടെ കല്യാണത്തിന്റെ തിരക്കാന്ന് ഞങ്ങൾക്ക് അറിയാം. അവിടെ ആരുമില്ല കൗണ്ടറിൽ, അപ്പൊ ഞാൻ അവിടെ വന്നാ. ശില്പയിലെ കാര്യമില്ല കേട്ടാ, ഫുൾ സ്വപ്ന ലോകത്താ. നിങ്ങൾ പറഞ്ഞു കൊടുക്കട്ടോ സ്വപ്നം കണ്ടതൊക്കെ. ഞങ്ങളിപ്പോഴും സ്വപ്ന ലോകത്തില്ല, ഞങ്ങളിപ്പോഴും സ്വപ്ന ലോകത്തില്ല. പിന്നെ ഇനി നിങ്ങളെ കാണെങ്കിൽ ചൈനയിൽ വന്നല്ലോ. ഓ, അത് സത്യ. ഇത് ഈ പുള്ളിക്കാരെ ഞാൻ കാണാതിരിക്കുവായിരുന്നു കേട്ടോ കൊറേ കാലമായിട്ട്. ഫോണിൽ കൂടെ എന്നെയും കാട്ടി വിളിക്കുന്നത് ഈ പേരാ. സൂര്യ എങ്ങാനും ഇല്ല എന്ന് വല്ലതും പറഞ്ഞ പിന്നെ ആ ആഴ്ച ഞാൻ പോവും, ഞാൻ നാട് വിടും. ടെൻഷനാണ്. അപ്പൊ എപ്പോഴും കേൾക്കും സൂര്യ സൂര്യ, ആരാ ഈ സൂര്യ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. സൂര്യയാണ് എന്നെ കുളിപ്പിക്കുന്നത്. അങ്ങനെയല്ല കേട്ടാ, എനിക്ക് ഓയിൽ മസാജ് ചെയ്ത് എല്ലാ ആഴ്ചയും 2 പ്രാവശ്യമെങ്കിലും ഓയിൽ മസാജ്. അത് നമ്മൾ എവിടെയാണെങ്കിലും അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും, സൂര്യ കാണുമോ അടുത്ത ആഴ്ച, സൂര്യ കാണുമോ നാളെ. എന്ത് സൂര്യ കാണുമോ അന്നേ ഞാൻ പോകുള്ളൂ. സൂര്യ ഇല്ലെങ്കിൽ ഞാൻ കുളിക്കത്തുമില്ല. ഇല്ല, സത്യം അത് കേട്ടാ. കോണ്ടസ്റ്റ് നല്ല ഐഡിയാസ് പറ. സുധരേട്ടനാണല്ലോ ഐഡിയാന്റെ ആള്. അയ്യോ പെട്ടെന്ന് ബ്ലാങ്ക്. നിങ്ങൾ എല്ലാരും ചുമപ്പാണല്ലോ. എന്താ എല്ലാരും മാച്ചിങ്ങാ? ആണ്. ഞാൻ പറഞ്ഞ ഇടിപ്പിച്ചതാ. ഡ്രസ് പൊരുത്തമാണ്. ഓ അങ്ങനെ പറയല്ലേ. അതിന്റെ ഗുണ ക്രെഡിറ്റ് ആർക്കാ? ചേട്ടന്റെ മനസ്സെപ്പോഴും 18. അതെ, പറഞ്ഞു കൊടുക്കാരെ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ 50 ഇപ്പോഴാണ് 18 ആയത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആരെങ്കിലും കയ്യില് ബാഗിലുണ്ടെങ്കിൽ അവര് മുന്നോട്ടേക്ക് വരാം. ആദ്യം ഗിഫ്റ്റ് ഉണ്ടെന്നോ? പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓടി വരും. കൊറേ പേരുടെ കയ്യിലുണ്ട്. ഞാൻ നോക്കിയപ്പോ അവിടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഓടി വരുന്നു. ആദ്യമേ തരുന്നവരായിരിക്കും കേട്ടാ, ആദ്യമേ തരുന്നവരായിരിക്കും. അപ്പൊ മെറി ക്രിസ്മസ്. അതെ, ആള് വേറെ പാസ്പോർട്ട് അല്ലല്ലോ അല്ലേ. മെറി ക്രിസ്മസ്. എനിക്ക് സ്നാക്സ് തരണം ഷറഫയ്ക്ക്. നല്ല സ്നാക്ക് ഉണ്ടെന്ന്. ഭയങ്കര ഉന്നൊക്കെയുണ്ട്, 10 രൂപ എല്ലാം ഉണ്ടെന്ന്. ഇപ്പൊ തരും. സ്നാക്ക് കഴിക്കാൻ വന്നതാ. കണ്ട നിങ്ങൾ ഐറ്റംസ് കുറച്ചാ കൊണ്ടുവന്നത്. അതാണ്. അതെ അതെ അതെ, നമ്മള് പറഞ്ഞാണ് 10 മണി വരെ എക്സിബിഷൻ. ഇപ്പൊ 7:30 ആയിട്ടുള്ളൂ. മോശമായി പോയിട്ടാ. ഞങ്ങള് വീഡിയോയിൽ ഇപ്പൊ പ്രൊമോട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ കാലിക്കട്ട് ഒത്തന്റിക് ഫുഡ് കിട്ടും. എന്ത് ചെയ്യും? അപ്പൊ പോവാണോ? ഫുഡിന് ശോകമാണ് കേട്ടോ, ശോകം സീരിയസ്. സോറി വരുന്നവര്. എനിക്കറിയാം 10 മണി വരെ നമ്മൾ പ്രോമിസ് ചെയ്താണ്. പക്ഷെ ടീന ചേച്ചിയുടെ ആണെങ്കിലും ഇയാൾക്കൂടെ കുറച്ച് കപ്പ് കേക്ക്സ് മാത്രമേ ഉള്ളൂ. ബാക്കി നാളത്തേക്ക് റെഡിയാക്കാന്നാണ് പറഞ്ഞത്. അവര് പോയി പാക്ക് ചെയ്ത് പോവാന്ന്. അതെ
ഇങ്ങനെ എനിക്ക് ഇപ്പൊ വിശക്കുന്നു. കഴിയുമ്പോ വിശക്കുമല്ലോ. ഇത്രയും നേരം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ വിശന്നു. ഊട്ടിയിൽ അടുത്താണ് പോകുമ്പോ ഇവരുടെ തോട ഹൗസ് കാണാൻ പറ്റും. ഞാൻ ദീപ്തിനെ ഒരാഴ്ച മറ്റേ ഫോണിലായിരുന്നു വിളിച്ചത്, എന്നെ റിപ്ലൈ ചെയ്തില്ല, എന്നെ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. I wanted to come and vlog this before the exhibition. അപ്പൊ ദീപ്തിനോട് അന്ന് ഞാൻ പറഞ്ഞിട്ടാ വന്നത്. പിന്നെ ഇത് പറഞ്ഞു ഊട്ടി വന്നാല് ഇവരുടെ ഹൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കാണാൻ, ട്രൈബൽസിന്റെ ഒക്കെ. അകത്തൊക്കെ കയറാൻ പറ്റുമോ? ഇതല്ല, മറ്റേല് കയറാലോ. ഓക്കെ, അവിടെ വന്നാൽ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ഒന്ന് പോണം, കാരണം ഇതൊക്കെ ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമല്ലേ. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറും കൂടെ അല്ലേ. അവിടെ പോയാലും അവർ ചെയ്യുന്നത് കാണാൻ പറ്റും. അവർക്ക് ഫുഡ് ഉണ്ടോ? ട്രൈബൽ ഫുഡ് ഉണ്ടോ സ്പെഷ്യൽ ആയിട്ട്? ഉണ്ടോ? like milk and jaggery. മിൽക്ക് ആൻഡ് ജാഗ്രി മിക്സ്. Rice. ഓ, Also, അപ്പോ it is sweet. it is sweet. You have dessert and like ragi ball, no? White rice and with buttermilk also they have. Oh, okay. ഭയങ്കര ഹെൽത്തി ക്യൂസീൻ ആയിരിക്കും അല്ലേ. Yeah. എന്തായാലും എന്താണ് ഗോവ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആ വഴി പോയെന്ന്. ഓ, തിരക്കിലായി പോയി. ഹായ്, എവിടെ എത്തി? ഇനി പുകഴ്ചക്കോ? കൊറേ പുകഴ്ചലായിരുന്നല്ലോ. ഭയങ്കര പുകഴ്ചലായിരുന്നു പ്രിയ ഇവിടെ കിടന്നുണ്ട്. ഭയങ്കരമായിട്ട് മെലിഞ്ഞു, സ്കൂൾ പയ്യനായി, സുന്ദരനായി. പിന്നെ സുമുഖനും സുശീലനും പറയില്ല, സ്വഭാവം അറിയാലോ. എടുക്കാൻ പറ്റുമോ നോക്ക്. Can I take a video? ഓ, ഇത്തവണ ഭയങ്കര ബ്യൂട്ടിഫുൾ ക്രിസ്മസ്. Yesterday I missed you. But all sold out. Oh, very good. 2 days stock. Look at only this much is left. All the boxes have become empty. Very good. That's very good. This time I think the stand is Yeah, we have that 38 is new so designs pretty. this time. Yeah. ആ സാധനം This one? Yeah. Yeah. The deer head. very pretty. അല്ലേ? Ah, dear head, and that is ഒരു different ആ. Even the violin you won't see Yeah, anywhere yeah, else. It's yeah. our production. Even ആ ഇതും നല്ലതാ, white wings. Yeah. All this? Yeah. See this one? ഇത് നോക്ക്, ഓ വാവ്, ജിഞ്ചർബ്രെഡ് ഹൗസ് തന്നെ ഒരു ക്രിസ്മസ് തീമില്. എന്ത് ഭംഗിയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. Yeah, we've got 38 new designs this time. Yeah. Very pretty. Lots very of free hanging, and this time we focused on using wood. Oh, അപ്പൊ കുറച്ച് സസ്റ്റൈനബിളും കൂടെ. അതെ Exactly. അതെ. എന്റെ കസിനൊക്കെ വന്ന് വാങ്ങിച്ചു കേട്ടോ. Ah, yeah, she came for the hamper, and we are going to tie up Yeah, for some yeah. hampers She's my also. cousin. Yeah, sister. she told me, she wrote to me. Contact you for hampers. She's already written to me. Yeah. Spoke to each other about that. നാളത്തേക്ക് പുതിയത് വരുമോ? ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇത് നോക്ക്, മാഗ്നറ്റ് ആണ്. And so cute also, no? Yeah, Reindeer. very pretty, no? Very nice. And I'm very happy also. നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് keep on innovating. Yes. ആ ഒരു comfort factor ൽ നിൽക്കാതെ Yes. keep on innovating, and everything is made by QC. And this time everything is new. I mean, new designs and new pattern. ഈ ഇയർ മാത്രമല്ല, every year she keeps everything fresh. ഇല്ല. നമ്മുടെ ഫസ്റ്റ് എക്സിബിഷൻ തൊട്ടുള്ള ഇതിപ്പോ കുറവാ. കുറവല്ല Yeah, പോയി. കുറേ everything is പോയി. gone. 2 days stock has gone off. രാവിലെ ഫുൾ ആയിരുന്നല്ലോ. അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായാലും വേണം കേട്ടോ. Done. Obviously പറയാം. Definitely, I know. It goes without saying. ഇത് നമ്മുടെ ഹൗസ് ഓഫ് പള്ളിക്കര, നമ്മുടെ ഷോപ്പിലും ഉണ്ട്. ഇവരുടെ ഓൾ യൂണീക്ക് ഓഫ് ഇതാണ് സംസാരിച്ചത് പൂജ. ഞങ്ങൾ ആക്ച്വലി ഇത് OHF സെക്കൻഡ് ടൈം ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ. ഫസ്റ്റ് ടൈം തൃശ്ശൂരായിരുന്നു. ഫസ്റ്റ് ടൈം തൃശ്ശൂർ, കൊച്ചിയിൽ ഫസ്റ്റ് ടൈം. ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ ഡ്യുവൽ ടോൺ ഹെറിറ്റേജ് ഇൻസ്പയർഡ് ജ്വല്ലറി ആണ്, അല്ല ആന്റിക് പീസസ് പോലെ. കഴിഞ്ഞ തൃശ്ശൂരിൽ ആക്ച്വലി പീപ്പിൾ ഇത് ചോദിച്ച് നമ്മുടെ അടുത്ത് വന്നായിരുന്നു കേട്ടോ. സോ ദാറ്റ്സ് വൈ നമ്മൾ ഷോപ്പിലേക്ക് കൂടെ ഇൻവൈറ്റ് ചെയ്ത. കാരണം അത്രയും യൂണിക് പീസസ് ആയിട്ടുള്ള ജ്വല്ലറി ആയിരുന്നു. ഇത് കണ്ടോ, ഇത് റിംഗാ. ഓ, റിംഗ് ആണ് ഇത്. ഇതൊക്കെ ഇങ്ങനത്തെ എല്ലാത്തിനെയും സിംഗിൾ ആയിട്ട് ഡിസൈൻ ചെയ്യണ പീസസ് ആണ്. ഓക്കേ. ഇതൊക്കെ ആർട്ടിസൻസ് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇത് കണ്ടുപോയി സോഴ്സ് ചെയ്തിട്ട് വരുന്നതാണ്. സോഴ്സ് ചെയ്തിട്ട് വരും. നല്ല ഭംഗിയല്ലേ, നൈസ്. നോ യൂണീക് പീസസ്. ഇതൊക്കെ കണ്ടോ, സി ഇത് കമ്മലാ. ഇതൊക്കെ ഒരു ട്രൈബൽ ഇൻസ്പയർഡ് കമ്മലാ. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? ക്രൗഡിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? Yeah. They liking it? Yeah.
നമ്മൾക്ക് ആക്ച്വലി നിങ്ങളുടെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് കളക്ഷൻസ് കാണാൻ നൈസ്. Many, very, very happy returns of the day. വാ വാ വാ. മമ്മി നന്നായി നല്ല ഫിഷ് ആഗ്രഹിച്ചിട്ട് ഊതുക. ഫിഷ് പറയാൻ പാടില്ല, ഫിഷ് പറയരുതാ. ആ ഓ ക്ലാപ്പ് ചെയ്യേ. ഇനി വേണ്ട കേക്ക് വേണ്ടവർ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുക, ആർക്കും തരുന്നതായിരിക്കില്ല. ഇത് ആക്ച്വലി ഞാൻ ചോക്ലേറ്റ് കേക്ക് ആണ് ഓർഡർ ചെയ്തത്. അന്തൂന് ഫഡ്ജ് വേണമായിരുന്നു തോന്നുന്നു. ഞാൻ ചോക്ലേറ്റ് ഫഡ്ജാന്ന്. അന്തൂന് ഫഡ്ജ് കേക്ക് വേണ്ടോട്ട് ഓർഡർ ചെയ്താത്. എന്താ നോക്കി നിൽക്കുന്നത്? ഉണ്ടോ? ആ ബാക്കി ഇപ്പൊ നിന്നോ, ദിയക്ക് ഉള്ള സാധനം ഞങ്ങൾ അനൗൺസ് ചെയ്യാം. അപ്പൊ ഒന്നും അറിയാത്ത പോലെ ഓടി വന്നോ മതി ഗിഫ്റ്റിന്. നെക്സ്റ്റ് കോntestant ക്വസ്റ്റ്യൻ ആണ്. റെഡ് ചെക്ക് സ്കേർട്ട് ഇട്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ റെഡ് ചെക്ക് സ്കേർട്ട് വിന്നർ 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 എത്തി. റെഡ് ചെക്ക് ആണോ? അതെ അതെ. ഓക്കെ, ഗിഫ്റ്റ് കൊടുക്ക്. ഗൈസ്, സോ ഡേ 1 ഇസ് എ റാപ്പ്. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി ഇവിടെ വന്ന് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിരുന്നു. ആൻഡ് കേക്ക് കട്ട് ചെയ്തു, മമ്മിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. മമ്മിയുടെ വക ഇന്ന് ഡിന്നർ. എവിടെ പോകണം എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. വാ, റെഡി. വെറുതെ അതിലേക്ക് വന്നൂടായിരുന്നോ? മമ്മിയാണ് ഡിന്നർ സ്പോൺസർ കേട്ടോ പ്രിയ. ഡിന്നർ സ്പോൺസർഡ് ബൈ മമ്മി. മാരിട്ട് മതിയെന്ന്. എവിടെ പോണം? എന്നാ പോവാം. വെൽക്കം ടു ഡേ 2 ഓഫ് OHF Flea Market. സൗണ്ട് ഒന്നും ഇല്ലല്ലോ. പോയി. ആ അതേ വരുന്നുണ്ട് ഒരാള്. ലാസ്റ്റ് ഡേ ഓഫ് കറക്റ്റ്. ഓക്കെ, ഇന്നും നമ്മള് പ്രാണയുടെ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് എല്ലാരും പറയാൻ ദില്ലു ആണ് കുറച്ചും കൂടെ സ്റ്റൈൽ ആയിരിക്കുന്നതാണ്. വാ, ഉറപ്പാണ്. ആ കേട്ടാ കേട്ടാ, ആദ്യം വരെ പറഞ്ഞു തുടങ്ങി. ഞാൻ എല്ലാം മറ്റേ ക്ലൈമാക്സിലെ റെഡി ആക്കുള്ളൂ. അതുവരെ വെയിറ്റിംഗ് ആയിരിക്കും. എന്താ എന്താ സംഭവിക്കൂ? സംഭവിക്കോ? എന്താ 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 സംഭവിക്കോന്നെയോ? പോയി കാറി കയറിക്ക ചേക്ക. സോ ഇതാണ് ഷർട്ട്. ഇത് ഫുൾ പ്രിന്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൈ ഇവിടെ വെക്കുന്ന സാധനത്തിൽ വരെ എംബ്രോയിഡറി വർക്ക്. എന്തൊരു ഡീറ്റെയിലിംഗ് ആണ് നോക്ക്. അതാണ് പ്രാണ. സോ യു ക്യാൻ വെയർ ദിസ് ഫോർ ക്രിസ്മസ്. ഇതെല്ലാം എംബ്രോയിഡറി ക്രിസ്മസിനും ഇടാം, ത്രോട്ട് ഇയറും ഇടാം. പ്രിന്റ് ഒന്നും അല്ല. അടിപൊളി ഷർട്ടാണ്. ഫുൾ സ്റ്റൈലില് പോവാണ്. തിരിഞ്ഞ ബാക്ക് പേര് വരെ പറഞ്ഞു. ആരാ സ്റ്റൈല്? അമ്മ. ആരാ? അപ്പാമ്മ. ഫോൺ അടിക്കുന്നു, ഫോൺ അടിക്കുന്നു. ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞ ഇന്നലെ ഇടാന്. ഏതാ? അല്ലേ? അതല്ലേ? ഇത് ഈ ഷർട്ടായിരുന്നു. എന്തെങ്കിലും കിടന്ന് ഉരുളണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലാസ്റ്റ് ആയിരിക്കും ക്ലൈമാക്സ് എന്റെയാ ഇല്ലേ? ഇവിടെ കല്യാണത്തിന് പരിപാടി ചെയ്തിട്ടുണ്ടായിരിക്കും വരുന്നത്. ഓ, ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ വരുന്നിരിക്കും. ഒരു പുതിയ ഗെയിം കളിക്കാൻ. ഏത് തിരിയരുത്, ഇഷ്ടമുള്ള ഫുഡ് വരുമ്പോ മാത്രം തിരിയ. നമുക്ക് ദോശ, ഇഡ്ഡലി, ബ്രൗണി, ഡോണറ്റ്. ഒരു ഡോണറ്റ് വാങ്ങിക്കൊടുക്ക്. ഇപ്പൊ ഡോണറ്റ് കഴിക്കും, ബാക്കി പിസ്സ പിന്നെ. ഇതിന് ഡോണറ്റ് കിട്ടി, ഹാപ്പിയായി.
ആൾക്കാർ വന്നു, നമ്മൾ ഹാപ്പിയായി, ബ്രാൻഡ്സ് ഹാപ്പിയായി, എല്ലാരും അവരവരുടെ വർക്കിൽ ബിസിയാണ്. ഫസ്റ്റ് ഷൂരി നടക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാം. വേദം ഇട്ടിട്ടില്ലല്ലോ, കണ്ടോ? ആഹാ, ഞങ്ങൾ അനൗൺസ് ചെയ്തോളാം. വേദ തീരുമാനിക്കൊന്നും വേണ്ട ഇവിടെ. അങ്ങനെ കുട്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അനൗൺസ് ചെയ്യും. മാറ് മൈക്ക് എനിക്ക്. ഒരു കുട്ടിക്ക് മീശയുള്ളത്, പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നു. വെച്ചേ കണ്ടോ, 10 ഗിഫ്റ്റേ ഉള്ളൂ. കത്തപ്പളേ എനിക്ക് തോന്നിയായിരുന്നു ജെയിൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിക്കാൻ. അപ്പൊ സ്നാക്സിന്റെ വന്നില്ല. ആ എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ജെയിനത്തയുടെ എല്ലാ റെസിപ്പീസും ഇവിടെ റെഡി ആയിരുന്നു. ആൻഡ് പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. നമ്മളിത് ചിക്കൻ ബേക്കും, സുന്ദരിപ്പെട്ടി ഉണ്ട്, പിന്നെ മറ്റേ കല്ലുമേക്കായ ഫ്രൈ ഉണ്ട്, ചിക്കൻ ബേക്ക് ആയിട്ടാണ്, കുനാഫ ചോക്ലേറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച് അല്ലേ? ഇത് ഷുഗർ ഫ്രീ ഇതുണ്ട്, ചോക്ലേറ്റ്. ഓ കൊള്ളാം. ഹെൽത്തി വേർഷൻ. ഷുഗർ ഫ്രീ അല്ല, ഹെൽത്തി. ഷുഗർ ഫ്രീ അത് ആണോ? ചേച്ചി ഇറങ്ങി നടക്കുന്നു, കടയിലൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കണായിരുന്നു. കടയിൽ ആളില്ലല്ലോ ഒന്ന്. ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ കണ്ടു റെനി ചേച്ചി ഉണ്ടല്ലോ, ആർട്ടിസ്റ്റ്. നമ്മുടെ ആദ്യത്തെ എക്സിബിഷൻ തൊട്ടുള്ളതാണ്. ചേച്ചി ഇത് നടത്തുന്നത് ചേച്ചിയുടെ ട്രാവൽ പാഷനും. ചേച്ചിക്ക് 3 സ്റ്റാഫ് ഉണ്ട്. ആ 3 സ്റ്റാഫിന്റെ കാര്യങ്ങൾ നോക്കാനാണ്. അല്ലാതെ ചേച്ചിക്ക് എനിക്കൊന്ന് വേറെ എന്തെങ്കിലും ഇൻകം സോഴ്സ് കാണും. ആൻഡ് ഈ സ്റ്റാഫുകൾ ആരും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. സോ ചേച്ചി ഈ ഒരു സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല സെയിൽ ആയിരുന്നല്ലോ, സോ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞതാണ്, സെയില് നല്ല ആവുകയാണെങ്കിൽ ഇവരെല്ലാരെയും കൊണ്ട് ഗോവയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടെന്ന് ബൈ ഫ്ലൈറ്റ്. സോ ചേച്ചിയുടെ എയിം അതാ. ഇതുകൊണ്ട് ഈ ബ്രാൻഡ് കൊണ്ട് ചേച്ചിയുടെ ട്രാവൽ ഡ്രീംസും നടക്കണം, ബാക്കിയുള്ള 3 ഫാമിലിക്ക് സാലറീസും അവരവരുടെ കാര്യങ്ങളും നടത്തി കൊടുക്കണം. അതാണ് ചേച്ചിയുടെ ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എയിം. അടിപൊളിയല്ലേ? ഇന്ന് കുറച്ചും കൂടെ ലൈവായി. ഇന്ന് നമ്മുടെ ഫേസ് പെയിന്റേഴ്സ് എത്തിയിട്ടുണ്ട്. സിമ്രൻ എല്ലാ എക്സിബിഷനും ഉണ്ടാവും, പക്ഷെ ഇത്തവണ കുട്ടി ഭയങ്കര ബിസി ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ഡേ കുറച്ച് ഒരു ആഫ്റ്റർനൂൺ തൊട്ട് ഷീസ് ഓൾസോ ചെയ്യുക. ഈ ഏരിയ ഫുൾ ഹാപ്പനിങ് ആയി. എനിക്കൊന്ന് ആ DIY ഒക്കെ ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, മെറ്റീരിയൽസിന് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഏരിയ ഇവര് 3 സിസ്റ്റേഴ്സ് എങ്ങാണ്ടാണ്, 3 സിസ്റ്റേഴ്സ് കസിൻസ് എങ്ങാണ്ടാ, 4 സിസ്റ്റേഴ്സ്. ആൻഡ് ദേ ആർ സ്റ്റേയിങ് ഹിയർ ഓൾസോ. സോ മുകളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ആൻഡ് ദെൻ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് പോകും. അങ്ങനെയാണ്. സോ ഇറ്റ്സ് വെരി ലൈവ്. ബെസ്റ്റ് പാർട്ട് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് അറിയോ, ഇവിടെയുള്ള എല്ലാ ബ്രാൻഡ്സും അങ്ങോട്ട് ക്യാൻവാസ് ചെയ്ത് പ്രോഡക്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ പീപ്പിൾ അങ്ങനത്തെ ഒരു എൻഗേജ്മെന്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും സെയിൽ നടക്കുന്നത്. എനിക്ക് നമ്മുടെ ഏറ്റവും സെയിൽ നടന്ന ഒരു എക്സിബിഷൻ ആയിരിക്കും. എവ്രി വൺ ഇസ് ഹാപ്പി. ആൻഡ് നമ്മൾ ബ്രാൻഡ്സിനെയും കുത്തി നിറയ്ക്കാൻ നോക്കിയിട്ടില്ല. ബിക്കോസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നവർ കംഫർട്ടബിൾ ആയിരിക്കണം. സെക്കൻഡ്ലി എല്ലാ ബ്രാൻഡ്സിനും സെയിൽ ഉണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വി കൻ ഈസിലി ഹാവ് അറ്റ്ലീസ്റ്റ് ഒരു 20-25 more stalls here. പക്ഷേ നമ്മൾ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഓൾ ദീസ് ക്ലിയർലി പ്ലാൻഡ്. അങ്ങനെ സോ അങ്ങനെയാണ് നമ്മുടെ എക്സിബിഷൻ ഇസ് ഗോയിങ് വെരി വെൽ. ചേച്ചി ഉണ്ടെങ്കിൽ സ്നാക്സിന് ഒരു കുഴപ്പമില്ല. അത് കാലിക്കട്ട് ആണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും എവിടെയാണെങ്കിലും. എന്ത് സപ്ലൈ മാത്രമേ ഉള്ളൂ, കുക്കിംഗ് ഇല്ല സ്നാക്സിന്റെ. ആർക്കും ഇല്ല. ഉണ്ടോ? അറേ അടിപൊളി. അറബി സംസാരിക്കാൻ അറിയാവുന്നവരെ വിളിക്കും. അറബി ഒന്നും അറിയാൻ പറ്റില്ല. ദുബായിലുള്ള എല്ലാവർക്കും അറബി അറിയോ? പറഞ്ഞ ഇങ്ങനെ നിന്നാ ഷോപ്പിന്റെ ഫ്രണ്ടിൽ പോയി നിന്നാ മതി. ഏതാ ചേച്ചിയുടെ ഫേസ് വെച്ചോണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റീൽ ചെയ്യാം ഷോപ്പിലെ മാനിക്വിൻ ആയിട്ട്. എന്നിട്ട് അടുത്തതില് വേറെ 4 ബാഗ്. ബാഗ് വിൽക്കാൻ നടക്കുമെന്ന് പറയണം.
ഇവിടൊക്കെ അവരുടെ സ്റ്റോക്ക് നോക്കിക്ക്. എല്ലാം എവിടെ നോക്കിയാലും തുണി മാത്രമേ ഉള്ളൂ കേട്ടാ. അന്ന് നമ്മൾ എടുത്തപ്പോ തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. അന്ന് നമ്മള് എടുത്തപ്പോ കൊറേ ഉണ്ടായിരുന്നു സ്റ്റോക്ക്. അത് കഴിഞ്ഞിട്ട് അവര് ഇന്നും കൊണ്ടുവന്നു. ഇനിയും കൊണ്ടുവരാൻ പറ്റും പാരന്റ്സ്. ഇനിയും കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മൾ അടയ്ക്കും കേട്ടോ 10 മണിയാവുമ്പോ. അതിന് മുന്നേ എത്തണം കേട്ടാ. ഇപ്പൊ വരുവോ? ആ പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഓൺലൈനിൽ കൊറിയർ ചെയ്യാൻ ഓൺലൈൻ. ഓക്കെ. അങ്ങനെയും ചെയ്തല്ലേ? അതാണ് വിശ്വാസം കണ്ടാ. പണ്ട് അല്ലേ? ചേച്ചിയുടെയാണ് നമ്മുടെ ഈ ഡോണട്ട് ഇപ്പൊ വേദു വന്ന് വാങ്ങിച്ചോണ്ട് പോയി. ഓ ഇവിടുന്നാണ് വാങ്ങിക്കൊണ്ട് വന്നത്. രണ്ടും അവൻ കഴിച്ചായിരുന്നു കേട്ടാ. എല്ലാം പ്രോപ്പർ ഹോം മെയ്ഡ് ഗുഡ്നെസ് ആണ്. ഹാമ്പറിൽ കൊടുത്ത ഞങ്ങൾ ഹാമ്പേഴ്സിലും കൊടുത്ത കേക്ക് ഇവിടെ തന്നെയായിരുന്നു. കേക്കിടെ എന്റെ എവിടെങ്കിലും കേറാൻ പറ്റുമോ? ഒരു ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. നമ്മുടെ ഇവിടെ തന്നെ കേറാം, അതായിരിക്കും ബെറ്റർ. എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ എക്സിബിഷൻ എക്സ്പീരിയൻസ് ചോദിക്കാം. സ്ഥലം ഉണ്ടോ പെയിന്റ് ചെയ്യാൻ നോക്കാൻ വന്നതാ ഞാൻ. സ്പേസില് എവിടെയാ സ്ഥലം എന്ന് നോക്കാൻ വന്നതാ ഞാൻ പെയിന്റ് ചെയ്യാൻ. എന്താ ഏതാ ചെയ്യുന്നത്? ദിയക്ക് ഭയങ്കര സ്റ്റൈലായി ചെയ്ത് കൊടുക്കണം കേട്ടോ. ആര് നോക്കിയാലും ദിയയുടെ കൂടെ ഫോട്ടോ എടുക്കണം. ദിയോ തിരക്കിന്റെ ഇടയിൽ അമ്മ വന്നിട്ടുണ്ട്. അമ്മനോട് ഹായ് പറഞ്ഞിട്ട് ഓടുക, അല്ലെങ്കിൽ അമ്മ എന്റെ പേഴ്സ് കാലിയാക്കും. എവിടെ അമ്മ? അമ്മനോട് ഹായ് പറഞ്ഞിട്ട് ഞാൻ ആ വഴി പോവാ. എങ്ങോട്ടെങ്കിലും അമ്മ പോയിട്ടേ ഞാൻ തിരിച്ചു വരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ കാർഡ് കാലിയാവും. ഞാൻ പോവാണ്. ഞാൻ പറഞ്ഞോളൂ അമ്മ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഞാനൊരു ഹായ് ഇത് പറഞ്ഞിട്ട് പറയാം. ഇതിലും പൈസ കൊടുത്തേക്കണേ. ഇത് ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടല്ലോ, തളക്കം അല്ലേ? അമ്മ ഒന്ന് വെളിയിൽ നിൽക്കും, എന്നാ വെറുതെ നിന്നാ മതി. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ലൈറ്റ് അമ്മയുടെ മേത്ത് ഫോക്കസ് ചെയ്ത് അത് സത്യാ. നിന്നാ മതി ഈ തിളക്കം അല്ലേ? അതെ. സേതുവിന്റെ ഫ്രണ്ട് മൈക്കിളാണ്. മൈക്കിൾ ഇന്ന് 5 കിലോമീറ്റേഴ്സ് മാരത്തോൺ ഓടിയിട്ട് വന്നിരിക്കുവാണ്. കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആൻഡ് മൈക്കിൾ വന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം സേതു ഓൾസോ ഹാപ്പി. മാരത്തോൺ ഓടി വന്ന് ടയേർഡായാണ്, ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ നേരത്തെ വന്നാല്. ഓക്കെ, എന്തായാലും പോയി കാണിച്ചിട്ട് വല്ലാം അപ്പൊ. അതെ പാവം. ടീന ചേച്ചിയൊക്കെ ഇറങ്ങുവാണ്. പക്ഷെ മോനാണ് ഹീറോ ആട്ടാ. ഫുൾ ടൈം 2 days ഇവിടെ നിന്ന് എല്ലാവർക്കും സെർവ് ചെയ്ത് ഒരു മടിയില്ലാതെ ഭയങ്കര പാഷനറ്റ് അവിടെ. മോള് അടിപൊളിയായിരുന്നു. രണ്ടുപേരും അമ്മയ്ക്ക് പറ്റിയ ആൾക്കാരാ. ഓക്കെ ബൈ, താങ്ക് യു. ബൈ. ഇവരുടെ കഴിഞ്ഞു കേട്ടോ. ഓൾറെഡി 7:30 ആയപ്പോഴേക്കും സോൾഡ് ഔട്ട് ആയി പോവാ. ഇത് നമ്മുടെ ഇവിടെ ഉള്ള ബ്രാൻഡഡ് ആണ്, പക്ഷെ കോൺടെസ്റ്റിന്റെ വിന്നറും കൂടെയാണ്. കാരണം നമ്മുടെ വിന്നർ വരാൻ ലേറ്റ് ആയി. അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു, അവിടുന്ന് ഓടി വന്നാണ്. സോ താങ്ക് യു പ്രിയക്ക്. അതിന്റെ നമ്മുടെ ഡോക്ടറിന്റെ ഒക്കെ ഗിഫ്റ്റ് ഉണ്ട്. ഐ തിങ്ക് പീപ്പിൾ ലവ് യുവർ ബ്രാൻഡ് കേട്ടോ. കുറെ പേര് വന്ന് പറഞ്ഞായിരുന്നു ഇറ്റ്സ് നൈസ്. അത് ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവം, നാച്ചുറൽ ആണെന്ന്. ഇറ്റ് ഗോ വെൽ. താങ്ക് യു, താങ്ക് യു. ആദ്യമായിട്ടൊക്കെ അവിടേക്ക് ഓടും. പിന്നെ അവിടെ തന്നെ പ്രിയ പറയും 30% അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഓടും. അത് കഴിഞ്ഞ 50% എന്ന് പറയുമ്പോ അങ്ങോട്ട് ഓടും. അപ്പൊ ഡിസ്കൗണ്ട് സ്റ്റോക്ക് എന്ന് പറയുമ്പോ എല്ലാരും ഇങ്ങനെ മാറി. ആരുടെ ഐഡിയ ഇത്? ഞാൻ പറഞ്ഞു കൊടുത്തു. റീലോ? ഒരു വ്യൂ പോലും കിട്ടില്ല ഈ റീലിന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കോൺടെസ്റ്റിന്റെ. മാക്കിന്റെ ലിപ്സ്റ്റിക് ആരെങ്കിലും ബാഗിൽ ഉണ്ടെങ്കിൽ, മാക്ക് ലിപ്സ്റ്റിക് ആരെങ്കിലും ബാഗിൽ ഉണ്ടെങ്കിൽ അവർ ഓടി കൗണ്ടറിൽ വന്നാൽ അവർക്ക് നമ്മുടെ ലാസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. മാക്കിന്റെ ലിപ്സ്റ്റിക് ഉള്ളവർ ഓടി വരും, ഓടി വരും, ഓടി വരും, ഓടി വരും. ആദ്യമേ പ്രസന്റ് ചെയ്ത് വരാട്ടോ. ആദ്യമേ പ്രസന്റ് ചെയ്യണം. ഓക്കെ
മെറി ക്രിസ്മസ്. അതെ, ലാസ്റ്റ് ഇനിയിപ്പോ എത്രയാ, ഒരു 2 hours കൂടെ മാക്സിമം എക്സ്പ്ലോറിംഗ് ഹൗസ്. എല്ലാ ഫുഡിന്റെയും ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടേ പോവാണ്. അപ്പൊ ഇവര് ലാസ്റ്റ് ഒരു ഓപ്ഷൻ 1 രൂപയിൽ തുടങ്ങും, കൂടുതൽ ബിഡ് ചെയ്ത് പോവാം. ഇത് അവരുടെ ഐഡിയ. ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫൺ. 1 രൂപയിൽ തുടങ്ങും, ബാക്കി വന്നപ്പോൾ 2 രൂപ പറയാം, 20 രൂപ പറയാം, 50 രൂപ പറയാം, എത്ര വേണമെങ്കിലും പോവാം. അങ്ങനെ എക്സിബിഷൻ വന്ന് 15,000 റുപ്പീസ് എന്റെ പൈസ കളഞ്ഞിട്ട് പോവാണേ അമ്മ. ഓ പിന്നെ എന്തൊരു നുണച്ചിയമ്മ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നോണ. വേഗം വിട്ടോ വീട്ടിലേക്ക്. ആ അതൊക്കെ കൊണ്ടുവരാം. ഗൈസ്, സോ ഇറ്റ്സ് എ റാപ്പ്. നമ്മുടെ എക്സിബിഷൻ ക്ലോസ് ചെയ്യാണ്. നമ്മുടെ നെയ്ബേഴ്സും ഫ്രണ്ട്സും എല്ലാവരുമാണ് പാക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ബൈ ബൈ, കാണാം. താങ്ക് യു. നെക്സ്റ്റ് ടൈം മാച്ചിങ്ങിലാണ് വരുന്നതും പോകുന്നതൊക്കെ. ബൈ. സോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ നടത്തിയതിൽ ഏറ്റവും ബെസ്റ്റ് സക്സസ്ഫുൾ എക്സിബിഷൻ ആയിരുന്നു. ബിക്കോസ് വി ഗോട്ട് ലോട്ട് ഓഫ് വാക്കിൻസ്. വന്നവരെല്ലാവരും വാങ്ങിയിട്ടാണ് പോയത്. ദാറ്റ്സ് എ ബിഗ് തിങ്. വെറുതെ നോക്കാനായിട്ടോ ടൈം പാസ് ആരും വന്നിട്ടില്ല. ഇത്രയും 95% വന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പോയത്. ഓൾ ബ്രാൻഡ്സ് ഇമ്മൻസ്ലി ഹാപ്പി. സോ വന്ന് സപ്പോർട്ട് ചെയ്തതും ഷെയർ ചെയ്ത എല്ലാവർക്കും ജസ്റ്റ് താങ്ക്സ് പറഞ്ഞ് എനിക്കൊന്നും വയ്യ കൺക്ലൂഷൻ എടുക്കാൻ. വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് ദി ഇയർ. സോ താങ്ക് യു എവ്രി വൺ. ആൻഡ് നമുക്ക് വേറെ നല്ല നല്ല വ്ളോഗ്സിൽ കാണാം. സോ മച്ച് ഓഫ് ട്രാവൽ, സോ മച്ച് ഓഫ് ഫൺ, ഫുഡ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. സീസൺ ടൈമും അല്ലേ. സോ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.